ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ ഒരു അടിപൊളി കിടക്കാച്ചൊരു ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത്. അപ്പോഴത്തെ ഇത് ഉള്ളവർ ഒത്തിരിയൊക്കെ വിഷമിക്കുന്നവർ കാണും കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ മുഖക്കുരുവിനെ പറ്റി കേട്ടോ. അപ്പോഴൊരു വലിയ അസുഖങ്ങളൊന്നും അല്ല, സ്കിന്നിൻ്റെ പ്രോബ്ലം കൊണ്ടൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോഴും ചിലർക്ക് ഈ മുട്ടയൊക്കെ കഴിക്കുന്നത് വഴി കുരുക്കളും പാടുകളും ഒക്കെ വരാറില്ലേ മുഖത്തൊക്കെ. അപ്പോഴും മുഖക്കുരു ഉള്ളവർക്കും ഒക്കെ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക. തുടർച്ചയായിട്ട് തന്നെ എന്നും നിങ്ങളിത് ചെയ്യാൻ നോക്കണം കേട്ടോ. ഉണ്ടാക്കി നിങ്ങൾ ഒരു ചെറിയ ഗ്ലാസ് ജാറിനകത്തോ എങ്ങാണ് ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി. ഫ്രിഡ്ജിനകത്തോട്ടായാലും മതി കേട്ടോ. വെച്ചിരുന്നാൽ കുഴപ്പമൊന്നും വരത്തില്ല. അപ്പോഴേ കുറേശ്ശെ ഇതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. രാവിലെയും വൈകിട്ടും നന്നായിട്ട് മുഖം നന്നായിട്ട് ചൂടുവെള്ളം കൊണ്ടോ നമ്മൾ ആവിയൊക്കെ പിടിക്കത്തില്ലേ, ആവി പിടിപ്പിക്കണം. അല്ലെങ്കിൽ ചൂടുവെള്ളം കൊണ്ട് കർച്ചീഫിനകത്തോ നല്ല തുണിക്കകത്ത് വെച്ച് ഇങ്ങനെ ആവി കൊണ്ട് ഇങ്ങനെ ചൂട് തട്ടിച്ചിട്ട് നിങ്ങൾ ഈ ഒരു മരുന്ന് പുരട്ടിക്കൂടി. ഇതൊരു മരുന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ മുഖക്കുരു ഒക്കെ നന്നായിട്ട് മാറിക്കിട്ടും. നല്ലൊരു മരുന്നാണ് കേട്ടോ. വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു നല്ലൊരു മരുന്നാണ്. അപ്പോഴെന്തേ മരുന്നിന് വേണ്ടുന്ന സംഭവം ഇതാണ് നമ്മുടെ കൃഷ്ണ തുളസി പറഞ്ഞാൽ അറിയത്തില്ല. ഒരു എന്താ ഈ കളറ്, ഒരു എന്താ പറയുന്നൊരു കാപ്പി, ഒരു വയലറ്റ് കളറല്ലേ അതിൻ്റെ തണ്ടിനൊക്കെ. നമ്മുടെ ഈ കൃഷ്ണ തുളസിക്ക് ആ തണ്ടിന് ഒരു വയലറ്റ് കളറല്ലേ തണ്ടിനൊക്കെ അല്ലേ? കണ്ടാൽ മനസ്സിലാകും ചിലർക്കൊക്കെ. പൂവിട്ട് നിന്നത് ഞാൻ ഓടിച്ചുകൊണ്ട് വന്നതാണ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ. തുളസി തന്നെ ഒരുപാടുണ്ടല്ലേ. വെള്ള തുളസിയുണ്ട്, കൃഷ്ണ തുളസിയുണ്ട്. ഇതാണ് താരം കേട്ടോ. കൃഷ്ണ തുളസിയാണ് ഒറിജിനൽ തുളസി എന്ന് വെച്ചാൽ കേട്ടോ. അപ്പോഴിത് പിന്നെ വേറൊരു സൈസ്, ഒരു 2-3 സൈസ് തുളസിയുണ്ട്. ഇതാണ് കേട്ടോ ഇതിന് നമ്മൾ മരുന്നായിട്ട് എടുക്കുന്നത്, കൃഷ്ണ തുളസി കേട്ടോ. അപ്പോൾ ഈ ഒരു കൃഷ്ണ തുളസി നമ്മൾ കുറച്ച് ഇലയെല്ലാം കൂടെ എടുത്തിട്ട് കുറച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ജീവികളും പ്രാണികളും ഒക്കെ കാണത്തില്ല ഈ ഇലയ്ക്കകത്ത്. അപ്പോൾ നന്നായിട്ട് കഴുകുക. എന്നിട്ട് നമ്മളിങ്ങനെ ഇതൊന്ന് കശക്കിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കീറിയോ നമ്മൾ ഒരു അരത്തോളം വെള്ളം എടുക്കുക. അതിലേക്ക് ഇത് കീറിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളപ്പിച്ച് വറ്റി വരണേ. കുറച്ച് നന്നായിട്ട് അരത്തോളം വെള്ളമൊക്കെ അറിയാമല്ലോ നമുക്ക് അളവ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. നല്ല ഇല നന്നായിട്ട് വെന്ത് വരുമ്പോൾ ആ ഇലയുടെ ഇതെല്ലാം അതിനകത്താവുമല്ലോ. അപ്പോഴങ്ങനെ സുപ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ തിളപ്പിച്ച വെള്ളമാണിത് കേട്ടോ. ഇല ഇതിനകത്ത് കിടപ്പുണ്ട്. നുള്ളി കീറി ഇട്ടേക്കുവാണ്. ചതച്ചായാലും നിങ്ങൾക്ക് ഇടാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഈ ഇലയൊന്ന് നന്നായിട്ട് തിളപ്പിച്ചുകൊണ്ട് വന്നാൽ മതി. ഇതിൻ്റെ വെള്ളമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇതിൻ്റെ വെള്ളം നമുക്ക് പിന്നെ ഒരു സംഭവം കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച മഞ്ഞളുണ്ടെങ്കിൽ ഒരു തുണ്ടം പച്ച മഞ്ഞളും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അതും നല്ലതാണ്. മുഖക്കുരുവൊക്കെ മാറുന്നതിനെ നമ്മൾ തുളസി ഇട്ട് കൊടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ച മഞ്ഞളും കൂടെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഈ വെള്ളം കുറേശ്ശെ വെള്ളം നമ്മൾ അഥവാ നിങ്ങൾ കൂട്ടി വയ്ക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഏറെ എടുത്തു വെച്ചോളൂ കേട്ടോ. കുറച്ചേറെ എടുത്തോളൂ കൂട്ടി വെക്കുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ദിവസം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്തു. അപ്പോഴിതേ കണ്ടോ, നമ്മുടെ ഈ ഒരു തുളസിയുടെ വെള്ളത്തിലേക്ക് നമ്മുടെ അലോവേറ ജെല്ലുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾ കൂട്ടി വെക്കുന്നുണ്ടെങ്കിൽ ചേറെ വെള്ളം എടുത്തിട്ട് ഇത് മിക്സ് ചെയ്ത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ മുഖത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു വെള്ളവും ഈ അലോവേരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ കളറുണ്ടാകും, വേറെ കളറായി. നമ്മുടെ ആ ഇലയുടെ കളറ് വേറൊരു കളറാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് നിങ്ങൾ രാവിലെയും വൈകിട്ടും ഇത് പുരട്ടി കൊടുക്കൂ. നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മൾ വിചാരിക്കും വെറുതെയാണെന്ന്, പക്ഷേ ഈ നമ്മുടെ തുളസിക്കൊക്കെ ഇതൊക്കെ ഒരു മരുന്നാണല്ലേ. ഇതൊക്കെ മരുന്നല്ലേ കൃഷ്ണ തുളസി. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഇതിനൊന്നും നമ്മളൊന്നും അത്ര ഇതൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഇതേപോലുള്ള സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒക്കെ നമുക്ക് ഇതൊക്കെ ചെയ്യാമല്ലേ.
മരുന്നായിട്ട് നമ്മൾ പണ്ടുള്ളവർ ഇതൊക്കെയല്ലേ നമ്മൾ മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇത് നമ്മുടെ ഒരു കളർ തന്നെ വെള്ളയായിരുന്നു എൻ്റെ അലോവേര. അപ്പോഴാ ഇലയുടെ വെള്ളവും ഇതൊക്കെ ആയപ്പോൾ ഒരു ഇച്ചിരി ഒരു ലൈറ്റ് ഗ്രീൻ കളറായി. കണ്ട, ഇത് നിങ്ങൾ മിക്സ് ചെയ്ത് വെച്ചോളൂ. ചേറെ നിങ്ങൾ മിക്സ് ചെയ്ത് നമ്മുടെ ഇതേപോലെ അലോവേരയുടെ ജെല്ല് വാങ്ങിക്കുന്ന കുപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് വെച്ചോളൂ. അല്ലെങ്കിൽ ഗ്ലാസ് ജാറിനകത്തോ ഏതെങ്കിലും ഒരു പാത്രത്തിനകത്ത് നിങ്ങൾ എടുത്ത് വെച്ചോളൂ. എന്നിട്ട് മുഖം കഴുകുക. ഇപ്പോൾ സുപ്പുവിൻ്റെ മുഖത്തൊന്നും ഇല്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. നല്ല തണുപ്പാണിത് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ആ മുഖത്ത് ഫുള്ള് മുഖക്കുരു മാത്രമുള്ള ഭാഗത്തിൽ ഫുള്ള് നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നന്നായിട്ട് ഇത് നമ്മുടെ ആ കറുത്ത പാടുകളും മാറും, മുഖക്കുരു വരുന്നതും തടയും കേട്ടോ. നന്നായിട്ട് ഇത് പുരട്ടി കൊടുക്കുക മുഖത്ത്. ഞാൻ പറഞ്ഞില്ലേ, പച്ച മഞ്ഞളുണ്ടെങ്കിൽ അതും കൂടെ കുറച്ചിട്ട് തിളപ്പിച്ച് ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കും. ഇങ്ങനെ തന്നെ നമുക്ക് കിടന്നുറങ്ങും, ഒരു കുഴപ്പമില്ല. എന്നിട്ട് രാവിലെ കഴുകി കളഞ്ഞാൽ മതി, ഒരു കുഴപ്പമില്ല. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ ഉറങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ ഉറങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ സന്ധ്യ നേരങ്ങളിൽ ഇട്ട് കൊടുക്കുക. വൈകിട്ട് സന്ധ്യയ്ക്കൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ട് രാത്രി നിങ്ങൾക്ക് കഴുകണമെന്നുണ്ടെങ്കിൽ കഴുകിയിട്ട് കിടന്നുറങ്ങാം. അല്ല ഒരു കുഴപ്പമില്ലെങ്കിൽ ഇങ്ങനെ വെച്ചേക്കാം. നമുക്ക് രാവിലെ കഴുകി മാറ്റിയാൽ മതി. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. മുഖക്കുരു ഉള്ളവരോട് ഞാൻ പ്രത്യേകം പറയും കേട്ടോ, നിങ്ങൾ ഇത് ഒന്ന് തുടർച്ചയായിട്ട് ചെയ്ത് നോക്കുക. ഒരുപാട് പെൺകൊച്ചുങ്ങളൊക്കെ എന്താ മുഖക്കുരുവിൻ്റെ ഇതുകൊണ്ട് വിഷമിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇത് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് ഈ വെള്ളം കുടിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. ഉള്ളിലുള്ള വിഷങ്ങളൊക്കെ പോകുന്നതാണ്. ഈ മഞ്ഞളും നമ്മുടെ തുളസി ഇലയിട്ട വെള്ളവും ഒക്കെ നമുക്ക് കുടിക്കാം. അതും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഇതേപോലെ ഗ്ലാസ് ജാറിനകത്തോ ഇങ്ങനെയോ സൂക്ഷിച്ച് നിങ്ങൾ ചെയ്ത് നോക്കൂ. നമുക്ക് നല്ല വ്യത്യാസം കിട്ടും കേട്ടോ. ഞാൻ നമ്മുടെ ഈ പായ്ക്കുകളൊക്കെ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ഞാനിവിടെ ക്രീമുകളൊന്നും പാരി തേക്കത്തില്ല. പിന്നെ എപ്പോഴും നമ്മൾ കുളിക്കാൻ നേരം ഞാൻ നന്നായിട്ട് ആവി പിടിക്കും കേട്ടോ. മുഖത്ത് നന്നായിട്ട് ആവി പിടിക്കും. പക്ഷേ അതുകൊണ്ട് മുഖക്കുരുവൊന്നും വരുന്നതും ഇല്ല വരത്തതും ഇല്ല കേട്ടോ. നമുക്ക് നല്ല പൂർണ്ണ വ്യത്യാസമുണ്ട്. ഈ ഒരു ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പറഞ്ഞു കൊടുക്കുക. നമ്മുടെ പെൺമക്കളുള്ള അമ്മമാരാണെങ്കിൽ ആ പെൺമക്കളെന്നല്ല ആൺകുഞ്ഞുങ്ങൾക്കും കാണും കേട്ടോ. അവർക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അമ്മമാർ തീർച്ചയായിട്ടും മക്കൾക്കൊന്ന് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയാവുന്നതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കുക. നല്ലൊരു ടിപ്പാണ്. നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് നമ്മളെപ്പോഴും പറയും, സത്യമാണ്. ഇതും കൊണ്ടൊക്കെ നമുക്ക് എന്തെല്ലാം മരുന്നുകൾ ചെയ്യാമല്ലേ, സത്യമല്ലേ. അപ്പോൾ നമ്മളതൊന്നും അറിയാതെ പോകുന്നു. അപ്പോഴേ ഇതും കൊണ്ടൊക്കെ എന്തെല്ലാം അസുഖത്തിന് നമുക്ക് മരുന്നുകൾ ഉണ്ടാക്കാമല്ലേ. അപ്പോഴേ ഇന്നത്തെ നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞൊരു ടിപ്പായിരുന്നു. പക്ഷേ അത് വലിയൊരു അറിവാണ് ഞാൻ പറഞ്ഞത്. കുഞ്ഞു ടിപ്പാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണം. അപ്പോഴും നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ.